ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. ആക്ടിവിറ്റി 13. ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻറ്റു കിച്ചൺ അറ്റൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഇവിടെ കുറച്ച് തിങ്സിൻ്റെയും ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയായിട്ടാണ് വേർതിരിക്കേണ്ടത്? കിച്ചൺ അറ്റൻസിൽസ്, അടുക്കളയിലുള്ള പാത്രങ്ങൾ വേറെ വെക്കണം. ഫുഡ് ഇൻഗ്രീഡിയൻസ് വേറെ വെക്കണം. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ലിസ്റ്റ് ആക്കിയതിന് ശേഷം വായിക്കാം. ഓക്കെ, ഇവിടെ ഓരോ കളേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഡിൽ കൊടുത്ത സാധനങ്ങളൊക്കെ കിച്ചൺ അറ്റൻസിൽസിലാണ് വരിക. അതായത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് റെഡിൽ അണ്ടർലൈൻ ചെയ്തത്. അതേപോലെ തന്നെ ഇനി ബ്ലൂവിൽ അണ്ടർലൈൻ ചെയ്തതാണ് ഫുഡ് ഐറ്റംസ്, ഭക്ഷണ പദാർത്ഥങ്ങളാണ് ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അതവിടെ നോക്കിയെടുത്ത് എഴുതുക. ഇനി അടുത്തത് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്, ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അത് ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ആ ഗ്രീനിൻ്റെ കോളത്തിൽ എടുത്തെഴുതുക. അപ്പോൾ റെഡ് എന്താണ്? അറ്റൻസിൽസ്, പാത്രങ്ങൾ അടുക്കളയിലെ. ബ്ലൂ ഫുഡ് ഐറ്റംസ്, ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ഐറ്റംസ്. ഗ്രീന് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ അത് നോക്കി എല്ലാവരും എഴുതിയെടുക്കുമല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ആക്ടിവിറ്റി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്